ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. 65 വയസ്സുകാരായ സീത ചേച്ചിയുടെയും രാഘവേട്ടന്റെയും കഥയൊന്ന് കേൾക്കൂ. 65 വയസ്സായ സീത ചേച്ചിയും രാഘവേട്ടനും ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. കുട്ടികളെ വളർത്തി പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ചു. വിരമിച്ചപ്പോഴോ 1 മാസം തികയുന്നതിന് മുന്നേ തന്നെ അവർക്ക് വളരെ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നു. രാഘവൻ ചേട്ടന് രോഗബാധിത ഉണ്ടായി. ചികിത്സയ്ക്കായി വലിയ തുക അവർക്ക് ആവശ്യം വന്നു. അവര് കുട്ടികളെയും ഒക്കെ അറിയിച്ചു. പക്ഷെ അവരൊക്കെ ബിസിയായ ഒരു ലൈഫിലായിരുന്നു. അവർക്ക് ആർക്കും തന്നെ വരാനോ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനോ പോലും കഴിഞ്ഞില്ല. അപ്പോൾ അവരുടെ ജീവിതം വളരെ പരിതാപകരമായി, അല്ലേ? അവർക്ക് റിട്ടയർമെന്റ് പ്ലാനിങ് ആണെങ്കിലും ഉണ്ടായിരുന്നില്ല. കുട്ടികളെയൊക്കെ വളർത്തി പഠിപ്പിച്ചു. അവരെല്ലാം വിചാരിച്ചു കുട്ടികൾ അവരെ റിട്ടയർമെന്റ് പ്ലാൻ ആകുമെന്ന്. പല പാരൻസും ചെയ്യുന്ന കാര്യമാണത്. അത് വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് ജീവിതത്തിൽ. അവരവരുടെ കുട്ടികളെ വളർത്തുക, പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അവരവരുടെ ഉത്തരവാദിത്തമായിട്ട് കരുതേണ്ടതാണ്. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? ഇവരെ പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുമ്പോൾ അവർ സ്വപ്നം കാണുകയാണ് നാളത്തെ റിട്ടയർമെന്റ് ലൈഫിൽ മക്കൾ അവരെ റിട്ടയർമെന്റ് പ്ലാൻ ആകുമെന്ന്. ഒരിക്കലും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം അവരും ഒരു വ്യക്തികളായി മാറുമ്പോൾ അവർക്ക് അവരുടേതായ സ്വകാര്യങ്ങളും അവർക്ക് അവരുടേതായ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും കുടുംബവും ഒക്കെ ഉണ്ടാവും. അതിനിടയ്ക്ക് അവർക്ക് ചിലപ്പോൾ നമ്മളെ ശ്രദ്ധിക്കാനോ നോക്കാനോ ഒന്നിനും തന്നെ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരെ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ള ഒരു സ്വപ്നം കാണാതിരിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ അവർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുള്ള സമയം സൗകര്യവും കൊടുക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അവർക്കത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ സീത ചേച്ചിയും രാഘവേട്ടനും ചെയ്തു. എല്ലാ ആളുകളെയും ഓർഡിനറി പീപ്പിളിനെ പോലെ തന്നെ അവരവരെ കുട്ടികളെ വളർത്തി പഠിപ്പിച്ചു, നല്ല നിലയിൽ എത്തിച്ചു. പക്ഷെ റിട്ടയർമെന്റ് കഴിഞ്ഞപ്പോൾ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഒരു സഹായത്തിന് ആരുമില്ലാതെ അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ, ബാങ്ക് ബാലൻസ് എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടും കടങ്ങൾ വരുത്തി വെച്ചുകൊണ്ടും ട്രീറ്റ്മെന്റ് എടുത്തു അവർ. പക്ഷേ പിന്നീട് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് ഊഹിച്ചു നോക്കാനേ പറ്റൂലേ. അതോടുകൂടി രാഘവേട്ടനും സീത ചേച്ചിക്കും മനസ്സിലായി ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം സമയമാണ് എന്ന്. അതൊരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. നല്ല സമയത്ത് ഇൻകം ഉണ്ടായിരുന്ന സമയത്ത് കുട്ടികളെയൊക്കെ നോക്കുന്ന ആ ഒരു ഉത്തരവാദിത്തത്തിനോടൊപ്പം സ്വന്തം ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് മാറ്റിവെക്കേണ്ടതായിരുന്നു എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ആ സംഭവം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്താൻ താല്പര്യം ഉണ്ടാവുമോ? ആർക്കും ഉണ്ടാവില്ല, അല്ലേ? നമ്മൾ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് റിട്ടയർമെന്റ് ലൈഫിൽ നമ്മൾ വളരെയധികം സൗകര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണമെന്നാണ്. പ്രത്യേകിച്ചും നമ്മളുടെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ അവർ ഔദാര്യത്തിന് കാത്തു നിൽക്കുകയോ ചെയ്യാതെ സ്വന്തം വരുമാനത്തിൽ ജീവിക്കാൻ കഴിയുക, അതൊരു പ്രൗഡ് മൂമെന്റും കൂടിയാണ്, അല്ലേ? തീർച്ചയായും ഇങ്ങനെ ഒരു രാഘവേട്ടന്റെയും സീത ചേച്ചിയുടെയും അവസ്ഥ നിങ്ങൾക്ക് ആർക്കും തന്നെ ഉണ്ടാവാതിരിക്കട്ടെ. അതിനുവേണ്ടി ഒരേ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ. നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് കൂടെ പ്ലാൻ ചെയ്യുക. ഇതുവരെ ആരും അതിന് ശ്രമിച്ചിട്ടില്ലെങ്കിലും രാഘവേട്ടനെ പോലെ നമ്മുടെ കുട്ടികൾ നമ്മുടെ റിട്ടയർമെന്റ് പ്ലാൻ ആകുമെന്ന ചിന്തയോടെയാണ് നിങ്ങൾ ജീവിച്ചതെങ്കിൽ അത് വലിയൊരു മിസ്റ്റേക്കിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുക. തീർച്ചയായിട്ടും ഇന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി കൂടെ പ്ലാൻ ചെയ്യുക. ഇന്ന് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി പ്ലാൻ ചെയ്യുക. കൂടുതൽ ഗൈഡൻസിനും ഇൻഫർമേഷനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ടേക്ക് കെയർ. ബൈ.